ഹലോ ഫ്രണ്ട്സ്, സക്സസ് ഇൻസൈറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പദശുദ്ധിയുടെ കുറച്ച് പദങ്ങൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോയാണിത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് വേർഡാണ് കവയിത്രി. കവയിതാവ് എന്നതിൻ്റെ എതിർലിംഗമാണ് എന്ത്? കവയിത്രി എന്ന് പറയുന്നത്. അപ്പോൾ മിക്ക PSC ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നൊരു ക്വസ്റ്റ്യനാണ് എന്ത്? കവയിത്രി എന്നുള്ളത്. അപ്പോൾ വളരെ സിമ്പിളാണ്, പക്ഷേ ഇത് പല ആൾക്കാരും തെറ്റിക്കാറുണ്ട്. കവയിത്രി എന്നല്ല, കവയിത്രി എന്നാണ് ശരിയായ രൂപം. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ അടുത്ത വാക്കാണ് പ്രാരബ്ധം. അപ്പോൾ പ്രാരബ്ധം എന്നതിൻ്റെ അർത്ഥം ബുദ്ധിമുട്ട് എന്നൊക്കെയാണ്. അപ്പോൾ ഒരു സെൻറ്റൻസ് പറയാം. വീട്ടിലെ പ്രാരബ്ധം കാരണം 10ാം ക്ലാസ് പഠനം നിർത്തി എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ അതിലെ പ്രാരാബ്ധം എന്നല്ല, പ്രാരബ്ധം എന്നാണ്. വീട്ടിലെ പ്രാരബ്ധം കാരണം 10ാം ക്ലാസ് പഠനം നിർത്തി എന്നുള്ളതാണ്. അപ്പം പ്രാരാബ്ധം എന്നല്ല, പ്രാരബ്ധം എന്നാണ് ശരിയായ വാക്ക്. ആവശ്യമില്ലാത്തത് എന്നതിൻ്റെ ശരിയായ രൂപമാണ് എന്ത്? അനാവശ്യം എന്ന് പറയുന്നത്. അനാവശ്യമല്ല, അനാവശ്യം. അത് നോട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ അത് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വേർഡാണ്. അനാവശ്യമാണ്, അനാവശ്യമല്ല. അനുകൂല ഭാവത്തോടു കൂടിയവൻ അനുകൂലനാണ്, അനുകൂലനല്ല. അനുഷ്ഠാനം, അവിടെ ഉകാരമാണ് വരുന്നത്. നോക്കിയേ, അനുകൂലൻ, അനുഷ്ഠാനം, അവിടേക്ക് ഉകാരമല്ലേ വരുന്നത്? ശ്രദ്ധിച്ച് നോക്കിയേ. അപ്പം അനുഷ്ഠാനം, അനിഷ്ഠാനം എന്നല്ല, അനുഷ്ഠാനം എന്നാണ് വരുന്നത്. അതുപോലെ മിഠായിയുടെ ഠായാണ് അവിടെ വരുന്നത്. ഇത് കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക. ഇരുട്ടത്തുള്ള അടിയാണ് എന്ത്? ഇരുട്ടടി. ഇരുട്ടടിയല്ല, ഇരുട്ടടി. അരകല്ല്, അരയ്ക്കുന്ന കല്ലാണ് എന്ത്? അരകല്ല്. അരക്കല്ല് എന്നല്ല, അവിടെ ഖകാരം ഇരട്ടിക്കുന്നില്ല, അരകല്ല് എന്നാണ്. ബ്ലെസ്സിങ് എന്നർത്ഥം വരുന്നത് അനുഗ്രഹമാണ്, അനുഗ്രഹമല്ല. അതുപോലെ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്നർത്ഥം വരുന്നത് അനുഗ്രഹീതനാണ്, അനുഗ്രഹീതനല്ല. ഇത് രണ്ടും നോട്ട് ചെയ്ത് പഠിക്കുക. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും. അപ്പം ബ്ലെസ്സിങ് എന്നർത്ഥം വരുന്നത് അനുഗ്രഹമാണ്. അതുപോലെ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്നർത്ഥം വരുന്നത് അനുഗ്രഹീതനാണെന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഓണച്ചന്തയല്ല, ഓണച്ചന്തയാണ്. അവിടെ ചകാരം ഇരട്ടിക്കുന്നുണ്ട്. അടുത്ത വാക്കാണ് ആപാദചൂഡം. തല മുതൽ പാദം വരെ എന്നത് ആപാദചൂഡമാണ്, ആപാദചൂഡമല്ല. അപ്പോൾ തായല്ല, ധായാണ് വരുന്നതെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അടുത്ത വാക്കാണ് പെട്ടെന്ന്. പറയുമ്പോൾ പെട്ടെന്ന് എന്ന് പറയുമെങ്കിലും ശരിയായ രൂപം പെട്ടെന്ന് എന്നാണ്. പെട്ടെന്നല്ല, പെട്ടെന്ന്. പ്രദക്ഷിണം, വലം വയ്ക്കുക എന്നർത്ഥം വരുന്നത് പ്രദക്ഷിണമാണ്, പ്രദക്ഷിണമല്ല. അടുത്ത വാക്കാണ് കുട്ടിത്തം. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അടിമത്തം പഠിപ്പിച്ചപ്പോൾ ഒരു കോഡ് ഞാൻ പറഞ്ഞായിരുന്നു. അടി കൊണ്ട് മത്ത് പിടിച്ചു എന്നുള്ളത്. തത്തയുടെ ഇത്തയാണ് അടിമത്തത്തിൽ വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അതേ സെയിം കാര്യമാണ് ഇവിടെ വരുന്നത്. കുട്ടിത്തം, കേമത്തം, അടിമത്തം, ഇതിലൊക്കെ എന്താണ്? തത്തയുടെ ഇത്തായാണ് വരുന്നതെന്ന് ഓർത്തിരിക്കുക. ഭൂതത്തെ സംബന്ധിക്കുന്നത് എന്നർത്ഥം വരുന്നത് ഭൗതികമാണ്. അതുപോലെ ലോകത്തെ സംബന്ധിക്കുന്നത് ലൗകികമാണ്, ലൗകികമല്ല. കായികം, മൗലികം, ഭാഗികം, വൈദികം, മാനസികം. അപ്പോൾ ഇതൊന്നും ദീർഘിപ്പിക്കേണ്ട കാര്യമില്ല. മാനസികം, വൈദികം, ഭാഗികം, ഇങ്ങനെ ദീർഘിപ്പിക്കേണ്ട കാര്യമില്ല. അത് തെറ്റായ ഉച്ചാരണമാണ്. ഇവിടെ ഹ്രസ്വം മതി. കായികം, ഭൗതികം, ലൗകികം, മൗലികം, അങ്ങനെ ഭാഗികം, വൈദികം, മാനസികം. അപ്പോൾ ഇതാണ് ശരിയായ ഉച്ചാരണം. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് പഠിക്കുക. വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഏരിയയാണിത്, എങ്കിൽ ഇത് നോട്ട് ചെയ്ത് പഠിക്കുക. ഇടങ്ങഴി, ഇടങ്ങഴി എന്നത് ഒരു അളവുകോലാണ്. അരി, ഗോതമ്പ്, ഇതൊക്കെ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു അളവുകോലാണ് എന്ത്? ഇടങ്ങഴി എന്ന് പറയുന്നത്. അപ്പം ഇടനാഴി, അപ്പോൾ ഇടങ്ങഴി, ഇടനാഴി, ഇതാണ് ശരിയായ രൂപം. എടങ്ങഴിയല്ല, ഇടങ്ങഴി, ഇടനാഴിയാണ് ശരിയായ രൂപം എന്ന് ഓർത്തിരിക്കുക. അതുപോലെ ഇലയാണ്, ഇലയല്ല. അപ്പോൾ ഇലയല്ല, ഇലയാണ് ശരിയായ രൂപം. അടുത്തതാണ് ഇഭം. അപ്പോൾ
ഇഭം എന്ന വാക്കിൽ ഭ നമുക്ക് കൺഫ്യൂഷനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഏത് ഭായാണെന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പം ഇഭം എന്ന വാക്കിൽ ഭരണിയുടെ ഭായാണ്, ഫലത്തിൻ്റെ ഭായല്ല, ഭരണിയുടെ ഭായാണെന്ന് ഓർത്തിരിക്കുക. ഇഭം ഭരണിയുടെ ഭായാണ് എന്ന് ഓർത്തിരിക്കുക. കർക്കിടകമല്ല, കർക്കടകമാണ് ശരിയായ രീതി. നമ്മൾ പലപ്പോഴും കർക്കിടകം എന്നാണ് പറയുന്നത്. അത് തെറ്റായ രീതിയാണ്. കർക്കടകം എന്നാണ് ശരിയായ രീതി. ആഴ്ച തോറുമുള്ള പതിപ്പാണ് ആഴ്ചപ്പതിപ്പ്. ആഴ്ചപ്പതിപ്പല്ല, ആഴ്ചപ്പതിപ്പ് എന്നാണ്. നെല്ലിയുടെ പലകയാണ് നെല്ലിപ്പലക. അപ്പം ആഴ്ചപ്പതിപ്പ്, നെല്ലിപ്പലക, ഇവിടെയൊക്കെ പാ ഇരട്ടിക്കുന്നുണ്ട് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. സോ പുതിയ വീഡിയോയുമായി നാളെ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ താങ്ക് യു സോ മച്ച്.